പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 18ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഈ വീഡിയോ ചെയ്യുന്ന ഇന്ന്, അതായത് ഒക്ടോബർ 5, 2024 കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുമെന്നാണ് PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ അറിയിപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനോടകം തന്നെ 17 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 34,000 രൂപ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി വരാനുള്ളത് 18ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. 18ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് തുകയായ 2,000 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി ഇന്നും നാളെയുമായിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. PM കിസാൻ അക്കൗണ്ടിൽ EKYC, ലാൻഡ് സീഡിംഗ്, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ആധാർ ലിങ്കിങ് തുടങ്ങിയ പ്രോസസ്സൊക്കെ പൂർത്തീകരിച്ച കർഷകർക്ക് മാത്രമാണ് 18ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ PM കിസാൻ അക്കൗണ്ടിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഈ PM കിസാൻ വെബ്സൈറ്റിലൂടെ തന്നെ പരിശോധിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി ഇവിടെ താഴെയായിട്ട് കാണുന്ന നോ യുവർ സ്റ്റാറ്റസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇവിടെ PM കിസാൻ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് PM കിസാൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അറിയില്ല എങ്കിൽ ഇവിടെ മുകളിലായിട്ട് കാണുന്ന നോ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചും അതുപോലെ തന്നെ ആധാർ നമ്പർ ഉപയോഗിച്ചും നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്താനായിട്ട് സാധിക്കും. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ക്യാപ്ച കോഡ് കൂടെ ഫില്ല് ചെയ്താൽ നിങ്ങൾ എൻ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. രജിസ്ട്രേഷൻ നമ്പർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ക്യാപ്ച കോഡ് കൂടെ ഫില്ല് ചെയ്ത് ഗെറ്റ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ PM കിസാനിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിലൊരു പുതിയ പേജിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എലിജിബിലിറ്റി സ്റ്റാറ്റസ് എന്നൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമ്മൾ എന്തൊക്കെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നത് നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഇവിടെ ലാൻഡ് സീഡിങ് കംപ്ലീറ്റഡ് ആണ്, EKYC സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് ആണ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസും കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ഈ സ്റ്റാറ്റസൊക്കെ ഗ്രീൻ ടിക്ക് മാർക്ക് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് 18ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആധാറുമായിട്ട് റീസെൻ്റ്ലി ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 15 ദിവസം വെയിറ്റ് ചെയ്യണമെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 15 ദിവസത്തിന് ശേഷം മാത്രമാണ് ആ സ്റ്റാറ്റസ് ഈ പോർട്ടലിൽ റിഫ്ലക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ഈ രീതിയിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഏതെങ്കിലും ഗ്രീൻ ടിക്ക് മാർക്ക് അല്ല എങ്കിൽ ആ പ്രോസസ്സ് എത്രയും വേഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് 18ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റും തുടർന്നുള്ള ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്ലേലിസ്റ്റായിട്ട് PM കിസാൻ എന്ന പേരിൽ നമ്മുടെ ചാനലിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവച്ച ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഷെയർ ചെയ്ത ഇൻഫർമേഷൻ നിങ്ങളുടെ ഫാമിലിയിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് ഒന്ന് എത്തിക്കുക. ഇതുപോലത്തെ യൂസ്ഫുൾ ആയ വീഡിയോസ് ഇനി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.